ആവശ്യമായിട്ടുള്ള മുഴുവനിടത്തും ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള അനുവാദം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 5000-ഓളം ക്യാമ്പുകൾ ഏത് ഘട്ടത്തിലും ആരംഭിക്കാൻ വേണ്ടി പ്രവർത്തനക്ഷമമായ വിധത്തിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ എന്നാണ് കരുതുന്നത്. മഴയുടെ ഒരു പൊതുസ്ഥിതി നമുക്ക് നേരത്തെ കരുതുന്ന ദിവസങ്ങളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 29-ാം തീയതി ആകുന്ന ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് പറയുന്ന ഭീകരത ഉണ്ടായിട്ടുണ്ട്. മഴയുടെ നല്ല ഒഴുക്കാണ് പൊതുവിൽ കാണാൻ കഴിയുന്ന വിധത്തിലുണ്ടായിട്ടുള്ളത്. ഇത്തവണ മഴയുടെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ അളവിലാണ് പെയ്യുന്നത്. ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലം പെയ്യേണ്ട മഴയുടെ അളവ് ഒറ്റയടിക്ക് ആ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജില്ലാ ഭരണകൂടങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട്. ഇത്തവണ മൺസൂൺ നേരത്തെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ എല്ലാം മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ തെക്കൻ ഗുജറാത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോകുന്നു. ഇന്നത്തോടു കൂടി ഒരു ചെറിയ ഒഴിവ് മഴയ്ക്കുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു 8 മണി റിപ്പോർട്ട് വരേണ്ട നേരമായിട്ടുള്ളൂ. മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ചക്രവാത ചുഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു.